ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ വീടുകളിൽ ഇഡി റെയ്ഡ് നടത്തി. ലക്ഷദ്വീപ്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ വസതിയിലും ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലുമായിരുന്നു റെയ്ഡ്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, എപ്പോഴായിരുന്നു റെയ്ഡ്? ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത്? രഞ്ജിനി, ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിന്റെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. ഇന്നലെ രാത്രിയിലായിരുന്നു റെയ്ഡ്. ലക്ഷദ്വീപിലെ മുഹമ്മദ് ഫൈസലിന്റെ വീട്, കോഴിക്കോട് വസതി, ഡൽഹിയിലെ ഔദ്യോഗിക വസതി എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഒപ്പം മുഹമ്മദ് ഫൈസലിന്റെ കൊച്ചിയിലെ ഒരു ബന്ധു വീട്ടിലും റെയ്ഡ് നടന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് റെയ്ഡ് നടന്നത്. റെയ്ഡ് നടക്കുമ്പോൾ ലക്ഷദ്വീപ് എം പി ലക്ഷദ്വീപിലെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഇഡി സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ വീടുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. ശ്രീലങ്കയിലേക്ക് മീൻ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ട് CBI ഒരു വർഷം മുമ്പ് ഒരു FIR ഇട്ടിരുന്നു. ലക്ഷദ്വീപിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് മീൻ കയറ്റി അയച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണമാണ് ഇതിൽ CBI ഉന്നയിക്കുന്നത്. ആ കേസിന്റെ ചുവട് വിരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരിക്കുന്നത്. 4 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. മുഹമ്മദ് ഫൈസലിന്റെ വീടുകൾ, ഒപ്പം ബന്ധുവിന്റെ വീട് എന്നിവിടങ്ങളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഏതായാലും സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. അങ്ങനെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിച്ചുവെന്ന ഇഡി അവകാശപ്പെടുന്ന സാഹചര്യമുണ്ട്. ലക്ഷദ്വീപിലെ വീട്, കോഴിക്കോട്ടെ ബന്ധുവിന്റെ വീട്, ഡൽഹിയിലെ ഔദ്യോഗിക വസതി എന്നിവിടങ്ങളിലെല്ലാം റെയ്ഡ് നടത്തിയ സാഹചര്യമുണ്ട്. എന്തായാലും സുവി, കൂടുതൽ രേഖകളടക്കം ലഭിച്ചുവെന്ന ഇഡി അടക്കം പറയുന്ന സാഹചര്യമുണ്ടല്ലോ. ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം അടക്കം എം പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? എന്താണ് എം പിക്ക് പറയാനുള്ളത്? ലക്ഷദ്വീപ് എം പിയുടെ വീട്ടിൽ എം പിയുടെ 4 വീടുകളിലും ഔദ്യോഗിക വസതിയിലുമായി 4 ഇടങ്ങളിൽ റെയ്ഡ് നടന്നിരിക്കുന്നു. ലക്ഷദ്വീപിലെ വീട്ടിലും ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിലും കോഴിക്കോട്ടെ ബന്ധുവിന്റെ വീടുകളിലും അടക്കമാണ് റെയ്ഡ് നടന്നിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, റാന്നി കീക്കൊഴിയൂരിൽ യുവതിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അതുൽ സത്യൻ പിടിയിൽ. റാന്നി തട്ടേക്കാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ശശിനാരായണാണ് ചേർന്നത്. ശശി, എന്തായാലും പ്രതി പിടിയിലായിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇന്നലെ രാത്രിയിലാണ് ഈ ഒപ്പം താമസിച്ച യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ഈ പ്രതി അതുൽ സത്യൻ ഒളിവിൽ പോയത്. ഇപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം തന്നെ പോലീസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ആദ്യ തട്ടേക്കാട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. ഇന്നലത്തെ ആക്രമണത്തിൽ രജിതയ്ക്കൊപ്പം തന്നെ രജിത മരണപ്പെടുകയും രജിതയുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രജിതയെ കൊലപ്പെടുത്താനുള്ള കാരണം പ്രധാനമായും ഇയാൾ പറഞ്ഞ ഇവർ ഒന്നിച്ച് താമസിക്കുന്ന വ്യക്തികളായിരുന്നു. രജിത വിദേശത്ത് പോകാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഇതൊക്കെ എതിർപ്പ് ഈ പ്രതി അതുൽ സത്യൻ എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് കൊലപാതകമെന്നാണ് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക വിവരം നൽകുന്നത്. എന്തായാലും വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൊലപാതകത്തിനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായുള്ളൂ. പ്രതി ലഹരി അടിമയും ഒപ്പം നിരവധി ക്രിമിനൽ കേസുകളും കൊലപാതക കേസിലൊക്കെ പ്രതി കൂടിയാണ് ഈ അതുൽ സത്യൻ എന്ന് പറഞ്ഞ വ്യക്തി. കാപ്പ കേസിലെ പ്രതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഒരു വിവരം ലഭിക്കുകയുള്ളൂ. പക്ഷേ പ്രതി നൽകുന്ന പ്രാഥമിക വിവരം ഈ വിദേശത്തേക്ക് പോകാൻ രജിത ശ്രമം നടത്തി, അതിൽ എതിർപ്പാണ്. അത് ചോദ്യം ചെയ്യുകയും പിന്നീട് അത് കൊലപാതകം കലാശിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പ്രതി അതുൽ സത്യൻ ഇപ്പോൾ പോലീസ് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും പ്രതി ഇപ്പോൾ ആന്ധ്ര പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. രഞ്ജിനി, യുവതിയെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അതുൽ സത്യൻ പിടിയിലായിരിക്കുന്നു. ശശിനാരായണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ചമച്ച കാസർഗോഡ് കരിന്തളം കോളേജിൽ ജോലി നേടിയ കേസിൽ കെ വിദ്യ ഇന്ന് നീലേശ്വരം സ്റ്റേഷനിൽ ഹാജരാകില്ല. ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് എത്താൻ കഴിയില്ല എന്നും ചൊവ്വാഴ്ച ഹാജരാകാമെന്നും വിദ്യ പോലീസിനെ അറിയിച്ചു. KV ബൈജു ചേർന്നു. ബൈജു, എന്തായാലും വിദ്യ ഇന്ന് ഹാജരാകില്ല, ശാരീരിക അസ്വസ്ഥതകൾ മൂലം ചൊവ്വാഴ്ച ഹാജരാകാമെന്നാണല്ലേ അറിയിച്ചിരിക്കുന്നത്? തീർച്ചയായും രഞ്ജിനി, അല്പസമയം മുമ്പാണ് നീലേശ്വരം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു മെയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ശാരീരിക അസ്വസ്ഥം കാരണം ഇന്ന് ഹാജരാകാൻ ആവില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്.
ചൊവ്വാഴ്ച ഹാജരാകാമെന്നും ഈ മെയിലിൽ എന്തായാലും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഛർദിയും അതുപോലെ തന്നെ ക്ഷീണവുമാണ്, അതുകൊണ്ടാണ് ഇന്ന് ഹാജരാക്കാൻ കഴിയാത്തതെന്ന് ആണ് ഈ മെയിലിൽ പറയുന്നത്. എന്തായാലും ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെയായിരുന്നു ഈ നീലേശ്വരം പോലീസ് വിദ്യയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ മെയിൽ വന്നിരിക്കുന്നു, ഇന്ന് ഹാജരാകില്ല എന്ന് അറിയിപ്പും വന്നിരിക്കുന്നു. ഈ നീലേശ്വരത്തെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഈ വിദ്യയെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നിർണായക നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. എന്തായാലും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തായിരിക്കാം ഇത്തരത്തിൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല, താൻ ക്ഷീണിതനാണ് എന്ന ഒരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും ചൊവ്വാഴ്ച ഹാജരാകും. ഈ കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാവും. അതിനുശേഷം വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട്, വൈദ്യ പരിശോധന നടത്തേണ്ടതുണ്ട്, അതൊപ്പം തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഹോസ്റ്റൽ കോടതിയിലാണ് വിദ്യയെ ഹാജരാക്കുക. ഇതിനുശേഷം കസ്റ്റഡിയിൽ വേണമോ എന്ന കാര്യങ്ങളൊക്കെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ തീരുമാനിക്കൂ. രഞ്ജിനി. ബൈജു, എന്തായാലും വിധി ഹാജരാകില്ല എന്ന് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട്. പോലീസിന്റെ നീക്കങ്ങൾ ഏത് രീതിയിലാണ്? പ്രത്യേകിച്ചും പാർട്ടിക്കാർ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്ന രീതിയിലുള്ള ആരോപണമൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്ന സാഹചര്യമുണ്ടല്ലോ. വിധി ഒളിവിൽ കഴിഞ്ഞപ്പോൾ അടക്കം പാർട്ടിക്കാരുടെ സഹായം ലഭിച്ചിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിദ്യയ്ക്ക് മാത്രമാണ് ഇതിൽ പങ്കുള്ളത്, കൂടുതൽ ആർക്കെങ്കിലും പാർട്ടി പ്രവർത്തകർക്ക് അടക്കം പങ്കുണ്ട് എന്ന രീതിയിലുള്ള അന്വേഷണമാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടാകുന്നത്? തീർച്ചയായും ഇത് സംബന്ധിച്ച അന്വേഷണം നടക്കണമെങ്കിൽ ഈ വിദ്യയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കൂ. എന്തായാലും നേരത്തെ അഗളി പോലീസിന് നൽകിയ മൊഴി ഈ തന്നെക്കാൾ യോഗ്യതയുള്ളവർ ഇതിലെത്തി, അതുകൊണ്ടാണ് താൻ ഇത്തരത്തിലുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതെന്നാണ്. അതുമാത്രമല്ല ഇതിന്റെ ഒറിജിനൽ കീറിക്കളഞ്ഞുവെന്നും ആ മൊഴിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്കുള്ള മൊഴികൾ കണ്ടെത്തേണ്ടതുണ്ട്, ഇതിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് കേസിൽ മുന്നോട്ട് പോക്കിന് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം. അത്തരം കാര്യങ്ങൾ ഈ ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ച ഉണ്ടാകും. എന്നാൽ ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ നീലേശ്വരം പോലീസിന് ഈ സംബന്ധിച്ച മെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും ചൊവ്വാഴ്ച വിദ്യ ഹാജരായതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. രഞ്ജിനി. ശരി, KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വ്യാജരേഖ തട്ടിപ്പ് കേസിൽ വിദ്യ നീലേശ്വരം പോലീസിന് മുന്നിൽ ഇന്ന് ഹാജരാകില്ല, ചൊവ്വാഴ്ച ഹാജരാകുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് വിദ്യ പോലീസിൽ ഈ കാരണം കാണിച്ചിരിക്കുന്നത്. എന്തായാലും അന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ പോലീസ് കടന്നേക്കാം, പിന്നീട് കോടതിയിലും ഹാജരാക്കും. KV ബൈജു ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കായംകുളം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ രണ്ടാം പ്രതി അബിൻ സി രാജിന് വേണ്ടി പോലീസ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കും. മാലദ്വീപിൽ അധ്യാപകനായി ജോലി ചെയ്യുകയാണ് അബിൻ. മുൻ SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അബിൻ സി രാജാണ് നിഖിൽ തോമസിന് വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്തത്. കസ്റ്റഡിയിൽ വിട്ട നിഖിൽ തോമസുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. ഒളിവിൽ പോകുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ കായംകുളം കരിപ്പുഴ തോട്ടിൽ ഉപേക്ഷിച്ചുവെന്നാണ് നിഖിൽ പോലീസിന് നൽകിയ മൊഴി. ഇവിടെയും കേരള കലിംഗ സർവകലാശാലകളിലും സർട്ടിഫിക്കറ്റുകൾ തരപ്പെടുത്തിയ എറണാകുളത്തെ ഓറിയോൺ എന്ന സ്ഥാപനത്തിലും തെളിവെടുപ്പുണ്ടാകും. നിഖിൽ ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങളിലും പോലീസ് തെളിവെടുപ്പ് നടത്തും. നിഖിലിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. KPCC അധ്യക്ഷനെതിരെ പാർട്ടിക്കുള്ളിൽ ആസൂത്രിത നീക്കം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റാൻ ശ്രമമെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ വാദം. പുരാവസ്തു തട്ടിപ്പ് കേസിൽ സുധാകരനെ കൊടുക്കാൻ ഒരു വിഭാഗം രഹസ്യ നീക്കം നടത്തുന്നതായും വിമർശനമുണ്ട്. അതിനിടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് നൽകാൻ ഒരുങ്ങുകയാണ് K സുധാകരൻ. മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിലെ പരാമർശത്തിനെതിരെയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഡാൻ, എന്തായാലും പാർട്ടിക്കുള്ളിൽ തന്നെ അധ്യക്ഷനെതിരെ കരുനീക്കമുണ്ടോ? അത്തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. സുധാകര പക്ഷത്തിന്റെ വാദം ഏത് രീതിയിലാണ്? രഞ്ജിനി, K സുധാകരൻ തന്നെ താൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ സന്നദ്ധനാണ് എന്ന കാര്യം ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചതിന് പിന്നാലെ നേതാക്കൾക്കിടയിൽ അത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് K സുധാകരന്റെ വിശ്വസ്തർ ഇത്തരത്തിലുള്ള നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളുമായി രംഗത്തെത്തുന്നത്. അതായത് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അത്തരത്തിലുള്ള വിമർശനങ്ങളുമായി അവർ കടന്നു വരുന്നെങ്കിലും ശക്തമായ അതൃപ്തി തന്നെയാണ് KSനൊപ്പമുള്ളവർക്ക് ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഇത്തരത്തിൽ ഒരു കേസിൽ ആസൂത്രിതമായ നീക്കത്തിലൂടെ K സുധാകരനെ കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ശ്രമം നടത്തുന്നുണ്ട്. അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെയെന്ന വിമർശനമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അതോടൊപ്പം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്ന വർഷം നടക്കാനിരിക്കെ അതിനു മുന്നോടിയായി K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഘടകകക്ഷികളെ അടക്കം K സുധാകരനെതിരെ തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ്, ഗൂഢാലോചനയാണ് ഈ നേതാക്കൾ ഇടപെട്ട് നടത്തുന്നതെന്നും അവർ വിമർശനം ഉന്നയിക്കുന്നു. അതിനവർ പ്രധാനമായും എടുത്തു പറയുന്ന ഉദാഹരണം കണ്ണൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം 2.5 വർഷങ്ങൾക്കിപ്പുറം TO മോഹനൻ
മുസ്ലിം ലീഗിൻ്റെ ആൾക്ക് വെച്ച് മാറണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. പക്ഷേ ആ വ്യവസ്ഥ പാലിക്കപ്പെട്ടില്ല. ചില വ്യക്തി താല്പര്യങ്ങളുടെ പേരിലാണ് ടി.ഒ. മോഹനൻ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നത്. ആ സ്ഥാനത്ത് നിന്ന് ടി.ഒ. മോഹനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ചർച്ചകൾ പലവട്ടം നടന്നുവെങ്കിലും ഇപ്പോഴും ആ ചർച്ചകൾ ഫലം കാണുന്ന ഒരു സാഹചര്യമില്ല. അങ്ങനെ വരുന്നതിലൂടെ ലീഗിനെ പ്രകോപിപ്പിച്ച് ഇതിന് കാരണക്കാരൻ കെ സുധാകരനാണ് എന്നൊരു വ്യാപകമായ പ്രചാരണം അഴിച്ചുവിടുന്നതിന് വേണ്ടി ബോധപൂർവമായ നീക്കം കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണെന്നും KS-ന്റെ അനുകൂലികൾ വാദിക്കുന്നു. അതോടൊപ്പം അവർ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം കെ സുധാകരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി തൊട്ടു പിന്നാലെ വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ നടന്നു എങ്കിലും സംസ്ഥാന വ്യാപകമായി പാർട്ടിയിലെ ഒരു സമുന്നതനായ നേതാവിനെ, പ്രഥമ പരിഗണന അർഹിക്കുന്ന നേതാവിനെതിരെ ഇത്തരത്തിൽ ഒരു പകപോക്കൽ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനം അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഒരു വശത്ത് കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒരേപോലെ രംഗത്ത് വരുന്നതിനിടയിൽ തന്നെയാണ് പാർട്ടിക്കുള്ളിൽ കെ സുധാകരനെതിരെ കരുനീക്കം നടത്തുകയാണ് ആസൂത്രിതമായത് എന്ന വിമർശനവുമായി സുധാകരനൊപ്പമുള്ളവർ രംഗത്തെത്തുന്ന സാഹചര്യം ഉരുത്തിരിയുന്നത്. രഞ്ജിനി, ഡാന, ഒരു കാര്യം കൂടി, ഈ എം വി ഗോവിന്ദനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു സുധാകരൻ എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും കൂടി ഉണ്ടല്ലോ. മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ എം വി ഗോവിന്ദന്റെ സുധാകരനെതിരായ പരാമർശം നമ്മൾ കണ്ടതാണ്. എന്തായാലും മാനനഷ്ട കേസ് നൽകാൻ ഒരുങ്ങുകയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും കൂടിയാലോചനകൾ ഇന്ന് നടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുധാകരൻ അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിൽ വിശ്രമത്തിലാണ്. നാളെ കോൺഗ്രസിന്റെ ലീഗൽ സെല്ലിലുള്ള നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷമാകും തുടർ നിയമ നടപടികൾ വിഷയത്തിൽ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുക. പാർട്ടി നേതൃത്വം നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ പ്രതിരോധിക്കണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് LDF സർക്കാർ കെ സുധാകരനെതിരായി പകപോക്കൽ രാഷ്ട്രീയം നടത്തുകയാണെന്ന പ്രചാരണം ശക്തമാക്കുന്നതിനുള്ള നീക്കമാണ് പാർട്ടി തലത്തിൽ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരൻ വ്യക്തിപരമായും നിയമപരമായി തന്നെ വിഷയത്തിൽ നേരിടണം എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായ പ്രചാരണങ്ങൾക്ക് ഒപ്പം നിയമ നടപടികളും സമാനമായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന നിഗമനത്തിലേക്ക് കെ സുധാകരനും എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കെ സുധാകരനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ് എന്ന് CPM നേതാവ് AK ബാലൻ. മോൻസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചനയും CPM-ന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വിളക്കിനുള്ളിലാണ് ഇരുട്ടെന്ന് വൈകാതെ സുധാകരൻ തിരിച്ചറിയും. കോൺഗ്രസിനുള്ളിലെ അഭിപ്രായ വ്യത്യാസം പൊട്ടിത്തെറിയിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് കെ സുധാകരനെതിരായ കേസെന്നും AK ബാലൻ പറഞ്ഞു. പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ സമാന്തര കോൺഗ്രസ് കൂട്ടായ്മയുമായി മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ്. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടവരും രാജിവെച്ചവരും കൂട്ടായ്മയിൽ പങ്കെടുക്കും. PJ കുര്യൻ, ആന്റോ ആന്റണി, DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ എന്നിവരുടെ നിലപാടുകൾക്കെതിരെയാണ് കൂട്ടായ്മയെന്ന് ബാബു ജോർജ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏകപക്ഷീയമായി ഏകാധിപത്യപരമായി പ്രൊഫസർ PJ കുര്യൻ, അതുപോലെ ഇപ്പോൾ നിലവിലുള്ള MP, ഇവരുടെ നേതൃത്വത്തിൽ DCC പ്രസിഡന്റ് ഒരു മൂവർ സംഘം ഏകാധിപത്യപരമായി പോവുകയാണ്. ഒരുപാട് ആളുകളെ മാറ്റി നിർത്തിയിരിക്കുന്നു. ജില്ലയിൽ സെൻട്രൽ ട്രാവൻകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റും കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. ജനാധിപത്യ മുന്നണി ജയിക്കുന്ന സീറ്റുകളാണ്. ആ സീറ്റുകൾ എന്തുകൊണ്ടാണ് 10-20 വർഷം കൊണ്ട് തോക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസ്സിലൊരു നവീകരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തപ്പെട്ടവരും പുറത്താക്കപ്പെട്ടവരും സസ്പെൻഡ് ചെയ്യപ്പെട്ടവരും നേതൃത്വത്തിന് അതൃപ്തിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മ. അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതിന് തടസ്സം നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം നേതാക്കൾ DCC പ്രസിഡന്റിനെ ഉപകരണമാക്കിക്കൊണ്ട് ഈ ജില്ലയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് MP-യും 5 അസംബ്ലി സീറ്റും ജയിപ്പിച്ചു തരാം എന്ന ഒരു മുതിർന്ന നേതാവ് സംസ്ഥാന നേതൃത്വത്തിന് വാക്കു കൊടുത്തിട്ട് ബാക്കിയുള്ള മുഴുവൻ നേതാക്കന്മാരെയും അവരെ സംഘടനാ പ്രവർത്തനങ്ങൾ മാറ്റി നിർത്തി സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ച് ഈ ജില്ലയിൽ ബാക്കി എല്ലാവരും മാറി നിൽക്കട്ടെ, ഞങ്ങൾ 3-4 പേര് മതി എന്ന് പറയുന്നത് ശരിയാണോ എന്ന് നേതൃത്വം ചിന്തിക്കണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. സഭാ ഭൂമി ഇടപാട് കേസിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ ഇഡി ചോദ്യം ചെയ്യും. വിശദാംശങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, എന്തായാലും ഭൂമി ഇടപാട് കേസിൽ ആലഞ്ചേരിയെ ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം, നോട്ടീസ് നൽകിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? രഞ്ജിനി, ഇതിൽ അടുത്ത ദിവസങ്ങളിലാണ് ചോദ്യം ചെയ്യാനായിട്ട് അവരെ വിളിച്ചിരിക്കുന്നത്. അതിൽ ആദ്യ ദിവസം രണ്ടുപേർക്കും, അതായത് ആൻഡ്രൂസ് താഴത്തിനും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത്, അതോടൊപ്പം തന്നെ കർദിനാൾ ജോർജ് ആലഞ്ചേരി എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ നോട്ടീസ് നൽകിയത്. പിന്നീട് ഇവർ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞത് നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വീണ്ടും ജൂലൈ ആദ്യ വാരത്തിലേക്കാണ് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ജൂലൈ 10-നാണ് അവർക്ക് ഇരുവരോടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടായ രോഹിത്തിനെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം തന്നെ പ്രൊക്കുറേറ്ററായിരുന്ന ഫാദർ മാടശ്ശേരി, അദ്ദേഹത്തെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തവണ ഇഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ആൻഡ്രൂസ് താഴത്തും അതോടൊപ്പം തന്നെ കർദിനാൾ ജോർജ് ആലഞ്ചേരി ഇരുവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും രണ്ടുപേരും ശാരീരികമായ അസ്വസ്ഥതകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. അതിനുശേഷം ഇരുവരോടും ജൂലൈ ആദ്യവാരമാണ്, ജൂലൈ 10-നാണ് വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് നേരത്തെ ഇഡിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇരുവരോടും ഇഡിക്ക് മുൻപാകെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച് ഇഡി ഇതിന്റെ വിശദാംശങ്ങളടക്കം തേടുകയും ഇതിന്റെ അന്വേഷണത്തിലേക്ക് അടക്കം പോവുകയും ചെയ്തു. ഇതിൽ ഭൂമി ഇടപാടിൽ കള്ളപ്പണ ഇടപാടുകൾ അടക്കം നടന്നിട്ടുണ്ട് എന്നുള്ള പരാതിയായിരുന്നു ഇഡിക്ക് മുൻപാകെ എത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട പരാതിയായിരുന്നു. സിറോ മലബാർ സഭയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിവാദമായിരുന്നു ഇത് സംബന്ധിച്ച് നടന്നിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഇഡി കള്ളപ്പണ ഇടപാടുകൾ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുവാനും ഇഡി തീരുമാനിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ സമയത്ത് സഭയുടെ കണക്ക് കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റിനോട് ഈ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ട് മൊഴിയെടുക്കുന്നതിന് വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെടുകയും പിന്നീട് ആ സമയത്തെ പ്രൊക്കുറേറ്റർ ആയിരുന്ന ഫാദർ മാടശ്ശേരി അദ്ദേഹത്തോടും മംഗലശ്ശേരി അടക്കം എത്തുവാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഈ കർദിനാളും അതോടൊപ്പം തന്നെയും ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ഇതിൽ നിന്ന് ആദ്യഘട്ട ചോദ്യത്തിൽ നിന്ന് ഒഴിവാകാനായിട്ട് സാവകാശം തേടി ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാവകാശം തേടുകയായിരുന്നു. എന്നാൽ അവരോട് ജൂലൈ 10-ന് വീണ്ടും മുൻപാകെ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സഭയിൽ വീണ്ടും ഇത്തരം വിവാദങ്ങൾ സജീവമാവുന്ന അല്ലെങ്കിൽ ഈ ഭൂമി വിവാദം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സഭയിൽ വീണ്ടും ഒരു പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയിലേക്ക് ഈ ചോദ്യം ചെയ്യൽ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഭൂമിപാട് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വ്യക്തമായ രീതിയിലേക്ക് അവർക്ക് സൂചനകൾ ലഭിക്കും. ഷൈജു ആന്റണി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ ഷൈജു ആന്റണി, എന്തായാലും ഈ സഭാഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് കർദിനാൾ ആലഞ്ചേരിയെ ഇഡി ചോദ്യം ചെയ്യാൻ പോകുന്നു. ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ഇഡി ഇടപെട്ട ഒരു കേസ് കൂടിയാണല്ലോ, എങ്ങനെയാണ് കാണുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഭാഭൂമി ഇടപാടിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു എന്നത് ഞങ്ങൾ തുടക്കം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. അതീവ ഗുരുതരമായ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ മിസ്അപ്രോപ്രിയേഷൻ നടന്നതായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി അത് കണ്ടെത്തുകയും അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ പെനാൽറ്റി അടയ്ക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ വലിയൊരു ശതമാനം തുക ഇവിടെ കള്ളപ്പണം അവിടെ നടന്നിരിക്കുന്നു. വളരെ നിസാരമായി പറഞ്ഞാൽ ഇപ്പൊ ദേവികുളത്ത് ഒരു 17 ഏക്കർ ഭൂമി കർദിനാൾ വാങ്ങി എന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട്. ആ 17 ഏക്കർ ഭൂമി വാങ്ങിയത് ഏകദേശം 1,60,00,000 രൂപയ്ക്കാണെന്നാണ് നമ്മുടെ ആധാരത്തിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ദേവികുളത്തിന്റെ ഭൂമി ഉടമസ്ഥന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പണമായി കൊടുത്തിരിക്കുന്നത്, കണക്കിൽപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് 25 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ബാക്കി 1 കോടി ചില രൂപ കള്ളപ്പണ ഇടപാട് നടത്തി കൊടുത്തു എന്നാണ് അദ്ദേഹം അത് വാങ്ങിയിരിക്കുന്നു, അദ്ദേഹത്തിന് കിട്ടി എന്ന് അദ്ദേഹം ബോധിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്.
ഇത്തരം പ്രതിസന്ധികളിൽ, ഇത്തരം പ്രശ്നങ്ങളിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന മട്ടിൽ സിനഡ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്, സിനഡ് ഇതിനെ കാണുന്നത് അതീവ ഗൗരവതരമായൊരു പ്രശ്നമാണ്. ഒരു ക്രൈസ്തവ സഭയിൽ ഇത്തരം ക്രമക്കേടുകൾ നടന്നുകൂടാ. അത് വലിയ ഗുരുതരമായൊരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് സിനഡ് ഈ കഴിഞ്ഞ ദിവസം പോലും ഇറക്കിയ പ്രസ്താവനയിൽ വളരെ നിസ്സാരമായി ഈ ഭൂമി കച്ചവടത്തിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്ന മട്ടിൽ വളരെ നിസ്സാരമായി ആൻഡ്രൂസ് മെത്രാൻ ഒരു കുറിപ്പിറക്കിയിരിക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ആൻഡ്രൂസ് മെത്രാനെ പോലെയുള്ള ആൾക്ക് ഇന്ത്യയിലെ അതീവ ഗുരുതരമായ സാമ്പത്തിക ചട്ട ലംഘനങ്ങൾ നടത്തിയിട്ട് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ ഒരു സിനഡിന് എങ്ങനെ കൈയെഴുതാനാവും? ഇത് വലിയ പ്രതിസന്ധിയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കണം, അല്ലെ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കണോ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരില്ലല്ലോ. കൃത്യമായി ഇ ഡി അന്വേഷിച്ചാൽ. ഷൈജു ആന്റണിയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ച് ഇപ്പോൾ പി ജോസഫ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പി ജോസഫ്, ഇപ്പോൾ കർദിനാളിനെ ഇവിടെ ഇ ഡി ചോദ്യം ചെയ്യാൻ പോകുന്നു. വലിയ രീതിയിലുള്ള ഗുരുതര ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ ഇ ഡി ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു കേസ് കൂടിയാണ്. നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞിരുന്നെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഇരുവരും. അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈ ആദ്യവാരം ഒരുപക്ഷെ ചോദ്യം ചെയ്തേക്കുമെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും രാജ്യത്തെ നിയമവ്യവസ്ഥകൾ എല്ലാവരെയും സംബന്ധിച്ച് പാലിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും ഇ ഡി ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസിയാണ്. അവര് ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷിക്കുവാൻ വേണ്ടി അവർ വിളിക്കുന്നു. അതിനെപ്പറ്റി നിരവധി ഒരുപക്ഷെ ഇ ഡിയുടെ മുമ്പിൽ പരാതികൾ ചെന്ന് കാണും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം അതിൽ ആവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് കർത്താൽ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മറുപടി പറയും. ഇത് തെറ്റെന്നുള്ള കാര്യങ്ങളല്ല. രാജ്യത്തെ നിയമവ്യവസ്ഥ എല്ലാവർക്കും ഒരുപോലല്ലേ, ഇത് തെറ്റൊന്നുമില്ല. രണ്ടാമത് നമ്മുടെ ഷൈജുവാന് പറഞ്ഞു കിട്ടുന്നില്ല വലിയ പ്രശ്നങ്ങളാന്ന് പറയാം. അത്ര വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നില്ല. സഭാ ചട്ടങ്ങളും നിയമങ്ങളും കാനലൊക്കെ അനുസരിച്ച് ഭൂമി ഇടപാടും ഒക്കെ ഉള്ള കാര്യങ്ങൾ അൽമായന്റെ പങ്കാളിത്തം അതിനകത്തൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സഭയെ സംബന്ധിച്ചും അതിന്റെ രൂപതയെ സംബന്ധിച്ചും ഒക്കെ അതിന്റെ മെത്രാനാണ് ഇപ്പോൾ കത്തോലിക്കാ സഭ ഉണ്ടായ കാലം മുതൽ അതിന്റെ അവകാശങ്ങളും അധികാരങ്ങളും കൂടുതലുള്ളത്. അതവര് നോക്കിക്കോളും. ആ കാര്യത്തിലൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല. പിന്നെ പുകമറ സൃഷ്ടിച്ച് കർത്താൾ മോശക്കാരനാണെന്ന് പറയുകയും പറയുന്നത് ശരിയല്ല. വളരെ നിയമത്തിന്റെ വ്യവസ്ഥ എല്ലാവരും ഒരുപോലെ തെറ്റിയവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ അവര് ഇന്നസെന്റായി പുറത്തു വരും. സഭയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ കൂടിയാണല്ലോ. ഇതിനു മുമ്പും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നോട്ടീസ് നൽകുന്ന സാഹചര്യം, അന്ന് ചില അസ്വസ്ഥതകളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിന്നീട് ഹാജരാകാമെന്ന് പറയുകയും ഇപ്പോൾ ഇ ഡി ജൂലൈ 10-ാം തീയതി ഹാജരാകണമെന്ന നോട്ടീസ് നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സഭയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സഭയുടെ മുഖമായി മാറുന്ന രണ്ടുപേർ, അവരെയാണ് ചോദ്യം ചെയ്യലിനായിട്ട് ഇ ഡിയെ വിളിപ്പിക്കുന്നത്. തീർച്ചയായും എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അത് വ്യക്തത തട്ടുന്നേ. ഇ ഡിയെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യർ കാണും, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ സംശയങ്ങൾ കാണും. അത് ആവശ്യമാണ്. ഇവിടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും വസ്തുക്കളൊന്നും മെത്രാൻ സ്വന്തം ഇഷ്ടം ചെയ്യുന്ന കാര്യങ്ങളല്ല. അതിനതിൻ്റെതായ ഒരു ബോഡിയുണ്ട്. ആ ബോഡിയുടെ ഉള്ള തീരുമാനത്തിന്റെ ഫലമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഏറ്റവും അവസാനമായിരിക്കും ഒരുപക്ഷെ ഒരു മെത്രാൻ ഉൾപ്പെടുന്നത്. അതിനു മുമ്പുള്ള സമിതികളിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നടക്കത്തുള്ളൂ. വരട്ടെ, അവർ ഇ ഡി ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസി അല്ലേ. എന്തെങ്കിലും അതിന്റെ അകത്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ സമയത്ത് പ്രതികരിക്കാം. ഇതിനാണ് നമ്മുടെ അതിനകത്ത് ആശങ്കാകുലരാകുന്നത്. ഒരാശങ്കയുടെ ആവശ്യമില്ല. യെസ്, ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, എന്തായാലും ഇതിനു മുമ്പ് തന്നെ ഇ ഡി ഇത്തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെട്ട ഒരു കേസ് കൂടിയാണ്. നേരത്തെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ കൂടിയും ചില ശാരീരിക അസ്വസ്ഥതകൾ കാട്ടി ഇരുവരും മാറ്റിവെക്കുകയായിരുന്നല്ലേ. ഇപ്പോൾ ജൂലൈ 10-ന് ഹാജരാകാൻ വേണ്ടിയാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും ജൂലൈ 10-നാണ് അടുത്ത തവണ ഹാജരായത്. അതായത് ആദ്യ സൗകര്യം ശാരീരിക അസ്വസ്ഥതകളായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ആ ഒരു ഡേറ്റിൽ നിന്ന് ഒഴിവായിരുന്നു. ഇപ്പോൾ ജൂലൈ 10-നാണ് ഇരുവരോടും വീണ്ടും ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സഭാ ഭൂമി ഇടപാട് സംബന്ധിച്ച് കള്ളപ്പണം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തിയത്. ഇത് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക്, പ്രാഥമികമായ ഒരു അന്വേഷണത്തിലേക്ക് ഇ ഡി
കടന്നിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ നോട്ടീസ് അയക്കുകയും അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സഭയുടെ കണക്കു കാര്യങ്ങൾ നോക്കിയിരുന്നവരോട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാകാൻ ആവശ്യപ്പെടുകയും അവരോട് രേഖകൾ പരിശോധിക്കുകയും തുടർന്ന് നടപടികളെല്ലാം തന്നെ ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് കർദിനാളിനോടും അതോടൊപ്പം തന്നെ ഇപ്പൊ സഭയുടെ ചുമതല വഹിക്കുന്ന അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്ററോടും എല്ലാം തന്നെ ഹാജരാകാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഇത് സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി പിന്തുടരുന്ന ഒരു വിവാദമാണ്. സഭയെ പലപ്പോഴും തന്നെ ഇത് വളരെയധികം പ്രതിരോധത്തിലേക്ക് അടക്കം കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരുന്നു. അത് നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സൂചിപ്പിച്ചതുപോലെ സിനഡിലടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചോദ്യങ്ങൾ ഉയർന്നു. അതോടൊപ്പം ഇതിൽ കൃത്യമായ ഒരു വിശദീകരണം നൽകാൻ സഭാ നേതൃത്വത്തിന് കഴിയാതെയും വന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അത്തരം വിവാദങ്ങൾക്കിടാതെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ഇത് മുന്നിലേക്ക് എത്തുന്നു. ആലഞ്ചേരിക്കും ഇഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു. ജൂലൈ 10 ഹാജരാകാനാണ് ഇരുവർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഡാനി തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ആവശ്യമുണ്ട്. താരസംഘടനയായ അമ്മയുടെ വാർഷിക ജനറൽ ബോഡി യോഗം തുടങ്ങി. പുതിയതായി അംഗത്വം നൽകിയ നടി നിഖില വിമൽ ഉൾപ്പെടെ 7 പേർ യോഗത്തിൽ പങ്കെടുക്കും. നടൻ ശ്രീനാഥ് ഭാസിക്ക് തൽക്കാലം അംഗത്വം നൽകേണ്ടതില്ല എന്നാണ് തീരുമാനം. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, യോഗം തുടങ്ങിയിട്ടുണ്ടോ? പുതിയതായി അംഗത്വമെടുത്ത എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ? ഈ ശ്രീനാഥ് ഭാസിയുടെ അടക്കം കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? രഞ്ജിനി, ഇതിൽ അല്പസമയം മുമ്പാണ് താരസംഘടന ആയ അമ്മയുടെ യോഗം ആരംഭിച്ചത്. അതിൽ ഭൂരിഭാഗം അംഗങ്ങളും തന്നെ പങ്കെടുക്കുന്നു. ഒപ്പം പുതുതായി ഏതാണ്ട് 15ഓളം പേരാണ് പുതുതായിട്ട് അംഗത്വം നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഏറ്റവും നിഖില വിമിൽ ഉൾപ്പെടെ പുതിയ താരനിരകൾ ഇവരാണ് കൂടുതലായും തന്നെ അപേക്ഷയിലേക്ക് പുതിയ ആളുകൾ എത്തുന്നു. ഇവർക്കാണ് ഇപ്പോൾ അംഗത്വം നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം താരസംഘടനയിൽ അംഗത്വം ഇല്ലാത്തവർക്ക് സിനിമയുമായി സഹകരിച്ച് പോകില്ല, അവരെ പുതിയ സിനിമകളിൽ ഉൾപ്പെടുത്തില്ല എന്ന നിർമ്മാതാക്കളുടെ കൂട്ടായ്മ അടക്കം തീരുമാനമെടുത്തു. ഈ സാഹചര്യത്തിലാണ് കൂട്ടത്തോടു കൂടിയ ഒരു അപേക്ഷ പുതുനിര താരങ്ങളിൽ നിന്ന് അംഗത്വത്തിന് വേണ്ടി ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിൽ വളരെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട 2 പേരായിരുന്നു ഷൈൻ നിഗവും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും. അതിൽ അവർക്ക് നിർമ്മാതാക്കളുമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരത് താരസംഘടനയുമായി അടക്കം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ നിർമ്മാതാക്കൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ, അവരുന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിലൊരു തീരുമാനമുണ്ടാകും. അതിലൊരു തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം ഇവരുടെ കാര്യങ്ങളിലേക്ക്, അംഗത്വം നൽകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചത്. ആ തീരുമാനം ഇന്ന് ജനറൽ ബോഡി യോഗത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. ഷൈൻ നിഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതിൽ ഒരു തുടർ ചർച്ചകൾക്ക് എന്ന വണ്ണം അമ്മ അതിൽ മുൻകൈ എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടരുക. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇന്ന് പറയേയില്ല. ഇന്നലെ വേണമെങ്കിൽ മാറി നിൽക്കും സ്ഥാനത്തെന്ന് പറഞ്ഞല്ലോ. കോൺഗ്രസ് നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞ് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, ചങ്ക് കൊടുത്താൽ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ആ നിലപാടിൽ മാറ്റം എടുക്കാം. എന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ്. ഞാനൊരു കേസിൽ പ്രതിയാകുമ്പോൾ അത് പാർട്ടിയെ എഫക്ട് ചെയ്യുന്നു എങ്കിൽ അങ്ങനെ എഫക്ട് ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സന്നദ്ധയെ അറിയിച്ചു, ഞാൻ മാറി നിൽക്കുന്നു. പക്ഷേ നേതൃത്വം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നു, ഹൈക്കമാൻഡ് അടക്കം ആവശ്യപ്പെടുന്നു, കണ്ടിന്യൂ ചെയ്യണം, നിർബന്ധമാണ്, ആവശ്യമില്ലാത്ത ചിന്തിക്കരുതെന്ന് പറയുന്നു. ഞാൻ അവരുടെ തീരുമാനത്തെയും അവരുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. അതവിടെ അവസാനിച്ചു. ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. ഇനി അതിനെക്കുറിച്ച് ചോദിക്കരുത്. പുതിയൊരു ആരോപണം പറഞ്ഞു, പരാതി കോൺഗ്രസിൽ തന്നെയുള്ള ആളുകളാണ് പേര് പുറത്തുവിടും എന്നുള്ളത്. അങ്ങനെ പാർട്ടിയിൽ നിന്നാണ് താങ്കൾക്കെതിരെ ഒരു നീക്കം അങ്ങനെ വന്നാൽ അപ്പോൾ ആലോചിക്കാം. വരാൻ പോകുന്ന കാലത്ത് ജന്മത്തിൽ പട്ടിയാകുന്നതിന് ഇപ്പോഴേ കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ. ഇല്ലല്ലോ, അത് പട്ടിയാകുമ്പോൾ നമുക്ക് കുറക്കാം, ശീലിക്കാം. പിന്നെ AK ബാലന്റെ പ്രസ്താവനയില്ലേ, അത്ര സീരിയസ് ആക്കി എടുക്കണ്ട. ഗോവിന്ദൻ മാഷല്ല, ഗോവിന്ദൻ MV ഗോവിന്ദൻ പറയുന്നതും AK ബാലൻ പറയുന്നതിലും ഏതാണ്ട് തുല്യമാണ്. അതിനൊന്നും അർത്ഥവുമില്ല, നിലവാരവുമില്ല. രാഷ്ട്രീയമായി നേരിടുന്നതിനപ്പുറത്തേക്ക് നിയമപരമായി താങ്കൾ നിശ്ചയമായും വംശന്റെ കാര്യത്തിൽ ഞാൻ ദേശാഭിമാനിക്കെതിരെയും MV ഗോവിന്ദനെതിരെയും ഞാൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാണ്. 2 ദിവസത്തിനടുത്ത് ഫയൽ ചെയ്യും. അതുപോലെ തന്നെ ഈ കേസിൽ കോഷ് ചെയ്യാനുള്ള പെറ്റീഷനും ഹൈക്കോടതിയിൽ കൊടുക്കും. താങ്കൾ ഇതിൽ പൂർണ്ണമായി നല്ല ബോധ്യത്തോടു കൂടി തന്നെ നല്ല ബോധ്യത്തിലാണ്. എനിക്ക് ഒരു ഭയവുമില്ല, ഒരു ആശങ്കയില്ല, നല്ല ബോധ്യത്തിലാണ്. എന്നെ ചോദ്യം ചെയ്തതോടുകൂടി എനിക്ക് ആത്മവിശ്വാസം കൂടി, ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടായിട്ടില്ല. ശരി,
കാണുകയായിരുന്നു. രാജിക്കാര്യം അടഞ്ഞ അധ്യായം എന്നാണ് കെ സുധാകരൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ കേസ് വന്നപ്പോൾ അത് പാർട്ടിയെ ബാധിക്കുമെങ്കിൽ അതുകൊണ്ടാണ് ധാർമ്മികതയുടെ ഭാഗമായാണ് താൻ വേണമെങ്കിൽ മാറി നിൽക്കാമെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. പക്ഷേ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നു, മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന്. അതുകൊണ്ട് തന്നെ രാജിക്കാര്യം അടഞ്ഞ അധ്യായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതുകൂടി ആത്മവിശ്വാസം ഇരട്ടിയായെന്നും കെ സുധാകരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. കോട്ടയത്ത് CITക്കാരുടെ മർദ്ദനത്തിനിരയായ ബസ് ഉടമ രാജ്മോഹൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് SI സുരേഷ് സാറുമായിട്ട് മൽപ്പിടുത്തം നടത്തി SI സാർ അങ്ങനെ ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ അക്രമി, ഈ ക്രിമിനൽ അവിടെ തന്നെയുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മൊഴിയെടുത്ത് എന്താ പറഞ്ഞാൽ ഭയങ്കര, അതായത് അപമാനമാണ് കേരളത്തിന്. എൻ്റെ മുഖത്തേറ്റ ഈ അടി, എൻ്റെ ഈ വലിച്ചു കീറിയ ബനിയൻ, ഇത് ഞാൻ കേരള ജനങ്ങൾക്ക് സമർപ്പിക്കുക. ഇതാണ് ഇവിടുത്തെ ജനാധിപത്യവും, ഇതാണ് ഇവിടുത്തെ നമ്പർ 1 കേരളം. വ്യവസായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അഭ്യസ്ത വിദ്യരായവരും. ഞാൻ MBA-കാരനാണ്, IIM ബാംഗ്ലൂരിൻ്റെ പ്രൊഡക്റ്റാണ്. ഞാൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഇത് കണ്ട് മനസ്സിലാക്കണം കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്. ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു ജീവിതത്തിൽ ഒരു തെറ്റ് ഇവരോടാരും ചെയ്യാത്ത മനുഷ്യൻ ഞാൻ. പക്ഷേ ഞാനൊരു വ്യവസായം ചെയ്ത് 15 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഇന്ന് എൻ്റെ തൊഴിലാളികൾ, ബാക്കി ബസ്സിലെ തൊഴിലാളികളെല്ലാം പലായനം ചെയ്തിരിക്കുക. അവരൊന്നും വീടുകളിലില്ല. നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, ഇവരുടെയൊക്കെ വീടുകളിൽ പോയി നിങ്ങൾ അന്വേഷിക്കണം, ആ പാവപ്പെട്ടവരെ സംരക്ഷിക്കണം, അവരെയും കൂടെ ഇവർ കൊല്ലരുത്. എന്നെ മൃഗീയമായ വഴിയിൽ ആക്രമിക്കാമെങ്കിൽ എൻ്റെ പാവം പിടിച്ച തൊഴിലാളികളെ ഇവർ ചിലപ്പോൾ കൊന്നുകളയും. അതുകൊണ്ട് അവരുടെ സംരക്ഷണവും കൂടി കോടതി ഉത്തരവ് പ്രകാരം പോലീസ് ഏറ്റെടുക്കണം ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. പോലീസ് കൊടി അഴിക്കാം, നിങ്ങൾ വണ്ടി എടുക്കുമെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ആരും തന്നെ ഭവനങ്ങളില്ല. ഞങ്ങൾ ചോദിച്ചാണ് സാർ, ഞങ്ങൾ അഴിച്ച് മാറ്റിക്കോട്ടെ. ഇവർ ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, നിങ്ങൾ അഴിച്ചാൽ നിങ്ങൾ അനുഭവിച്ചോണെന്നാണ് പറയുന്നത്. ഇതായത് ഞാൻ പറഞ്ഞല്ലോ, അഭ്യസ്തവിദ്യരായവർ, കർഷകർ. ഞാൻ കർഷകർക്ക് വേണ്ടി കഴിഞ്ഞ മാസം സമരം ചെയ്തപ്പം അവരെന്നെ നോട്ടപ്പുള്ളിയാക്കി. എൻ്റെ പുറകെ എല്ലാം വണ്ടികളും വാഹനങ്ങളൊക്കെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു, ഞാൻ ഇനി ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. പരാതിയുടെ നിലവിൽ വെച്ചാൽ ഞാൻ ഹൈക്കോടതിയിൽ നാളെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മൂവ് ചെയ്യും. കാരണം കോടതി ഞങ്ങൾക്ക് പുല്ലാണ് എന്നൊക്കെ ഇന്നലെ വിളിച്ച് കൂകുന്നത് നിങ്ങളെല്ലാം കേട്ടതാ. അതേ നേതാവാണ്. ഇല്ലില്ല, കോടതി ഉത്തരവുണ്ടെങ്കിലും ഇവിടുത്തെ പോലീസിനെ കൂടെ അവരെ കുറ്റം പറ്റി കാര്യമില്ല. അവർക്ക് ജീവിക്കണ്ട, അവർക്കും ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ. ഇവിടെ ഒന്ന് വെച്ചാൽ ഗുണ്ടാ രാഷ്ട്രീയമാണ്. അതായത് ഒരു എന്താ പറയുന്നത്, ഒരു ബീബൽസിയൻ ഭരണകൂടമാണ് ഇരിക്കുന്നത്. അത് കാരണം അവരെ ഞാൻ കുറ്റം പറയില്ല, അവർക്കൊക്കെ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ്. എന്നെപ്പോലെ ഒരാൾ രാജ്യത്തിന് വേണ്ടിയിട്ട് അതിർത്തിയിൽ പോരാടി ഒരാൾ കാണിക്കുന്ന ചങ്കൂറ്റമൊന്നും ഒരുപക്ഷെ കേരള പോലീസിൽ DGPക്ക് പോലും കാണില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവർ മാറി കൊടുത്തത്, അതെല്ലാം വേണ്ടി മാറി കൊടുത്തത്. യാത്ര ചെയ്യാത്ത രീതിയിലുള്ള സമരം തുടങ്ങുമെന്നാണ് CPM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ തൊട്ടുമുമ്പ് ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. അനിൽകുമാറിന്റെ ആ പ്രതികരണം കണ്ട ശേഷം മടങ്ങിയെത്താം. BJPയുടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായി ദയനീയമായി പരാജയപ്പെട്ട മാന്യദേഹമാണ് ബസ് ഉടമ. അദ്ദേഹത്തിന് 4 ബസ്സുകളുണ്ട്. ആ ബസ്സിൽ 2 CIT ജീവനക്കാരാണുള്ളത്, മറ്റ് BMS ജീവനക്കാരാണുള്ളത്. BMSൽ അംഗങ്ങളായ ജീവനക്കാർ കൊടുക്കുന്ന ശമ്പളം CITക്കാരായ 2 പേർക്ക് മാത്രം കൊടുക്കാതിരിക്കുക. അങ്ങനെ തന്റെ ബസ്സിലെ എല്ലാ ജീവനക്കാരും BMSകാരായി തീരണം എന്നൊരാൾ വാശി പിടിക്കുക. ആ 2 CIT തൊഴിലാളികളോട് വിവേചനപരമായി പെരുമാറുക. അവർക്ക് ജോലി കൊടുക്കത്തില്ല, അവർക്ക് ജോലി നിഷേധം നടപ്പാക്കുന്നു. ബസ്സിൽ ആളുകൾ യാത്ര ചെയ്യുമെന്നുള്ളത് തീരുമാനിക്കുന്ന ആരാണ്? ജനങ്ങളാണ്. ആ ജനങ്ങളെ ഞങ്ങൾ സമീപിക്കുകയാണ്. ജനങ്ങൾ യാത്ര ഒരു ബസ്സിലും, അദ്ദേഹത്തിന്റെ ഒരു ബസ്സിലും ജനങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ആണ് സമരരൂപം ഞങ്ങൾ തീരുമാനിച്ചത്. യെസ്, ശ്രീജിത്ത് ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും തൊട്ടു മുമ്പ് രാജ്മോഹന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. ഇപ്പോഴിതാ CPM നേതാവിന്റെ കഴിഞ്ഞ ബുള്ളറ്റിൻ നമ്മളോട് പ്രതികരിച്ച വാക്കുകൾ കൂടിയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആ ബസ്സിൽ ഇനി ആരും യാത്ര ചെയ്യാത്ത രീതിയിലുള്ള സമരം തുടങ്ങുമെന്നാണ് CPM സംസ്ഥാന സമിതി അംഗം K അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് കാണേണ്ടത്? രാജ്മോഹൻ എന്തൊക്കെ കാര്യങ്ങളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത്? രഞ്ജിനി, തീർച്ചയായും CPMന്റെ ഒരു കാണാൻ കാരണം ആ നാട്ടുകാർ ആരും യാത്ര ചെയ്യില്ല എന്ന് ഒരു CPMന്റെ സംസ്ഥാന സമിതി അംഗം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് നമ്മളോടുള്ള നേരത്തെ സംഭാഷണത്തിൽ K അനിൽകുമാർ നടത്തിയത്. എടുത്തു പറയുന്നത്, ഇപ്പോൾ ഈ ബസ്സിൽ ഈ ബസ് ഉടമയെ തല്ലുന്ന ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. അജയ് KR, അദ്ദേഹം DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം
തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം കൂടിയാണ്. അദ്ദേഹം ഫോൺ ചെയ്ത് അതിനടുത്ത് നിന്ന ശേഷം ഫോൺ പോക്കറ്റിൽ വെച്ച ശേഷം ഓടിപ്പോയി ഇയാളെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് പുറത്ത് വന്നിരിക്കുന്നത്. അവിടെ ഈ ദൃക്സാക്ഷികളായവർ തന്നെ ചിത്രീകരിച്ച ദൃശ്യമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഈ രാജ്മോഹൻ കുമരകം പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിട്ടുണ്ട്. മൊഴി രേഖപ്പെടുത്തിയ പ്രകാരം പോലീസ് കേസും എടുത്തിട്ടുണ്ട്. പക്ഷെ അജയ് കെ ആർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പുറത്തു നിൽക്കുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നാണ് രാജ്മോഹൻ ആരോപിക്കുന്നത്. പോലീസിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് താൻ കൊടികൾ അഴിച്ചു മാറ്റിയത്. അവിടെയുള്ളവരെ എല്ലാവരെയും അറിയിച്ച ശേഷമാണ് അഴിച്ചു മാറ്റിയത്. നിലവിൽ ഈ ഒരു സംരക്ഷണമൊന്നും നൽകാത്ത സാഹചര്യത്തിൽ കോടതി അലക്ഷ്യത്തിന് നാളെ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് താനെന്നാണ് ഈ രാജ്കുമാർ പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മറ്റ് 3 ബസ്സുകൾ ഓടുന്നുണ്ടായിരുന്നു. ആ ബസ്സിലെ ജീവനക്കാരെ ഇപ്പോൾ അവരെ വീട്ടിൽ കാണാനില്ല. അവർ ഈ ബസ്സുകൾ ഓടിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി രാജ്കുമാർ പറയുന്നു എന്നുള്ളതാണ് ഇതിൽ പുതിയതായി വന്നിട്ടുള്ള മറ്റൊരു സംഭവവികാസം. ശ്രീത, എന്തായാലും വീണ്ടും ഒരു ഭീഷണി CPM-ന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ രീതിയിലും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് രാജ്മോഹന്റെ ഇപ്പോഴത്തെയും തീരുമാനം, അല്ലേ? തീർച്ചയായും അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് പോലീസ് സംരക്ഷണം വേണമെന്ന് പറയുമ്പോൾ പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തെ മർദ്ദിക്കുന്നത്. പോലീസ് ഈ മർദ്ദനം തുടങ്ങിയ ശേഷം പോലീസ് ഓടി വന്ന് തടയുന്ന കാഴ്ച നമുക്ക് കാണാം. ഈ കൊടിയെ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ കയറി തല്ലും എന്ന് ഈ മർദ്ദിച്ച ആൾ പറയുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത് ഈ ഓഡിയോയും ആ വീഡിയോയിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CPM ഈ അനിൽകുമാർ പറയുന്ന അനുസരിച്ച് നാട്ടുകാരും ആ ബസ്സിൽ യാത്ര ചെയ്യില്ല, സമരപരിപാടി ആ നിലയിൽ കൂടി മാറ്റുന്നു എന്ന് പറയുന്നു. പറയുന്നതനുസരിച്ച് ഈ മറ്റ് ബസ്സിലെ ജീവനക്കാരെയും ഇപ്പോൾ വീടുകളിൽ കാണാനില്ല, ആരും വരുന്നില്ല എന്ന് പറയുമ്പോൾ ഈ 4 ബസ്സുകളുടെയും സർവീസ് ഫലത്തിൽ നിർത്തിവെക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇതിൽ പോലീസ് തന്നെ ഒരു പരിധിവരെ അഴിച്ചു മാറ്റേണ്ടതാണ് ഈ കൊടിയും കാര്യങ്ങളും ഒക്കെ. പോലീസ് സംരക്ഷണം കൊടുക്കണമെന്ന് ഹൈക്കോടതി പറയുമ്പോൾ പോലീസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അതില്ല, പോലീസ് അവിടെ നിശബ്ദമാണ് എന്നുള്ളതാണ്. പോലീസ് കാഴ്ചക്കാരായി നിൽക്കുന്നു എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ നമുക്ക് ദൃശ്യമാണ്. ഇദ്ദേഹത്തെ മർദ്ദിച്ചു. ഇപ്പോൾ ഈ കാണുന്നത് പോലീസ് സ്റ്റേഷൻ രാജ്മോഹൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉപരോധിക്കുന്നതാണോ? പോലീസുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, എന്താണ് സംഭവിക്കുന്നത്? രഞ്ജിനി, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തിരിക്കുന്ന സ്വാഭാവികമായ നടപടികൾ, പ്രത്യേകിച്ച് പോലീസിന്റെ പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്നതടക്കമുള്ള നടപടികളുണ്ട്. ശ്രീത്തിലേക്ക് ഞാൻ മടങ്ങിയേരാം. ഇപ്പോൾ എൻ ഹരി BJP നേതാവ് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ എൻ ഹരി, താങ്കൾ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീണ്ടും CPM ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം, ബസ്സിൽ ഒരാൾ പോലും കേറാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന CPM നേതാവ് ഭീഷണിപ്പെടുത്തി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ്. നിയമപരമായി നേരിടാൻ തന്നെയാണ് രാജ്മോഹൻ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഈ കേരളത്തില് കുറച്ച് ദിവസങ്ങളായി ഇത് വലിയ ചർച്ചയുണ്ടെങ്കിൽ പോലും ഒരു ധാർഷ്ട്യത്തിന്റെ മുമ്പില് ഈ കേരളത്തെ വിരൽ ചൂണ്ടി നിർത്തുകയാണ് തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CITU എന്ന് പറയുന്ന ഗുണ്ടാ സംവിധാനം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിനേക്കാൾ എല്ലാം ഉപരി ഒരു കോടതിയുടെ പൂർണ്ണമായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ജനാധിപത്യ രീതിയിലുള്ള നമ്മുടെ ഈ കേരളത്തിൽ ഈ തരത്തിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വലിയ രീതിയിൽ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ സർക്കാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ, ശരിക്കും എന്തിനേറെ പറയുന്നു, ആ മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടിയുടെ മുൻ നേതാവും അതുപോലെ തന്നെ മന്ത്രിയുമായിരുന്ന ശ്രീ VN വാസവൻ അടക്കമുള്ള ആളുകളുടെ മണ്ഡലത്തിലാണ് ഇത് നടക്കുന്നത്, മന്ത്രിയുടെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. ഇനി ഇവിടുത്തെ നിയമം അനുശാസിക്കാൻ ബാധ്യപ്പെട്ട ഇവിടുത്തെ പോലീസ്, അത് മാത്രമല്ല ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അതിൽ വെച്ചിരിക്കുന്ന ആ കൊടി നീക്കം ചെയ്തതിനെ പരസ്യമായി DYFIയുടെ ജില്ലാ പ്രസിഡന്റ് പോലീസ് സാന്നിധ്യത്തിൽ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ്. കേരളത്തിന് അപമാനമാണ്. ഈ ജനങ്ങൾ ഇനി നാളുകളിൽ വരാൻ പോകുന്നത് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഇവിടുത്തെ ജനങ്ങള് അത്തരത്തിലേക്ക് പെരുമാറുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ശരി, BJP നേതാവ് എൻ ഹരിയാണ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയത്. എന്തായാലും കോട്ടയം തിരുവാർപ്പിൽ സ്വകാര്യ ബസ്സിന് മുന്നിൽ കൊടികുത്തിയതിനും ഉടമയെ മർദ്ദിച്ചതിനും പിന്നിൽ പുതിയ ഭീഷണിയുമായി
CPM-ഉം CITU-വും രംഗത്തെത്തുന്ന സാഹചര്യം. CITU-കാരുടെ മർദ്ദനത്തിനിടെ രാജ്ഭവന്റെ ഉടമസ്ഥയിലുള്ള ബസ്സിൽ ഇനി ആരും യാത്ര ചെയ്യാത്ത രീതിയിലുള്ള സമരം തുടങ്ങുമെന്ന് CPM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് K. അനിൽകുമാറും ന്യൂസ് 8 വ്യക്തമാക്കി. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് രാജ്ഭവനെ അടക്കം മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ഗരഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5415 രൂപ, പവന് 43,320 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,365 രൂപ, ഔൺസിന് 1,04,663 രൂപ. ഗരഗൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. ഗരഗൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സൺഡേ ഡിബേറ്റുമായി ആർ കിരൺ ബാബു എത്തും. നമസ്കാരം. നിലവിലെ സാഹചര്യത്തിൽ കോടതി വഴി നേരത്തെ തന്നെ